സ്റ്റീവ് ജോബ്സിന് ശേഷം സിലിക്കൺ വാലി കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ള എഞ്ചിനീയർ. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ജീനിയസ്. ടെസ്ല, പേപാൽ, സ്പേസ് X.com, ഹൈപ്പർലൂപ്പ്, ന്യൂറാലിങ്ക് എന്നീ പേരുകളിലൂടെ ടെക്നോളജിയെ അമ്മാനമാടുന്ന അത്ഭുത മനുഷ്യൻ. മോസ്റ്റ് ഇന്നോവേറ്റീവ് പേഴ്സൺ ഇൻ ദ വേൾഡ്, വൺ ആൻഡ് ഒൺലി ഇലോൺ മസ്ക്. 1971 ജൂൺ 28 സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഇലോൺ മസ്കിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത നരകതുല്യമായ ബാല്യമായിരുന്നു അദ്ദേഹത്തിന്. തൻ്റെ കുടുംബത്തിൽ നിന്നും സഹപാഠികളിൽ നിന്നും നേരിടുന്ന അവഗണനകളെ ഇൻട്രോവേർട്ടായി അദ്ദേഹം തരണം ചെയ്തിരുന്നത് പുസ്തകങ്ങളെയും കമ്പ്യൂട്ടർ ഗെയിമുകളെയും കൂട്ടുപിടിച്ചായിരുന്നു. പുസ്തകങ്ങളിൽ നിന്നും ലഭിച്ച അറിവുകളിൽ നിന്നും തൻ്റെ 12-ാം വയസ്സിൽ ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ ഗെയിം അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ചു. അത് പിന്നീട് $500 വിറ്റു. അതായിരുന്നു തുടക്കം. തൻ്റെ അമ്മയോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയ അദ്ദേഹം സിപ്റ്റു എന്ന സോഫ്റ്റ്വെയർ കമ്പനി ഇൻവെസ്റ്റേഴ്സുമായി ചേർന്ന് സ്ഥാപിച്ചു. അതിനുശേഷം 28-ാം വയസ്സിൽ ലോകത്തിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ബാങ്കായ X.com എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ഏവർക്കും സുപരിചിതമായ പേപാൽ. പേപാലിനെ പിന്നീട് $1.5 ബില്യൺ eBay ഏറ്റെടുത്തു. തൻ്റെ ഷെയറായി ലഭിച്ച 180 മില്യണിൽ നിന്നും 100 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് സ്പേസ് 60 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് ടെസ്ലയും 20 മില്യൺ ടെസ്ലയ്ക്കുള്ള ഊർജ്ജത്തിനായി സോളാർ സിറ്റി എന്നീ 3 കമ്പനികളും സ്ഥാപിച്ചു. 2002 തൻ്റെ സ്വപ്ന പദ്ധതിയായ സ്പേസ് സ്ഥാപിച്ചത്. ഗവൺമെൻറ് മാതൃകയിലുള്ള നാസ, ISRO പോലുള്ള കമ്പനികളുടെ പ്രൈവറ്റ് വേർഷനാണ് സ്പേസ് 2028 ചൊവ്വയിൽ മനുഷ്യക്കോളനി ഉണ്ടാക്കുകയാണ് സ്പേസ് ലക്ഷ്യം. റോക്കറ്റ് സയൻസിനെ തിരുത്തി എഴുതിയ റീയൂസബിൾ റോക്കറ്റ് എന്ന കൺസെപ്റ്റാണ് അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയത്. ഇന്ന് നാസ പോലുള്ള വലിയ ഗവേഷണ കേന്ദ്രങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ ബഹിരാകാശത്ത് പോയാൽ പിന്നീട് തിരികെ എത്താറില്ല. കോടിക്കണക്കിന് തുക ചെലവഴിച്ചാണ് ഇവ വിക്ഷേപിക്കപ്പെടുന്നത്. ആദ്യ 3 ബഹിരാകാശ ദൗത്യങ്ങളുടെ പരാജയം 2008 അദ്ദേഹത്തെ പാപ്പരാക്കി. എന്നാൽ തൻ്റെ ഇച്ഛാശക്തിയും സഹപ്രവർത്തകരോടും മറ്റും കടം വാങ്ങിയ തുകയുമായി നടത്തിയ 4-ാം വട്ട പരീക്ഷണം വിജയത്തിലെത്തിച്ചു. അങ്ങനെ നാസയെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ച അദ്ദേഹം നാസയുടെ 150 ബില്യൻ്റെ ഒരു വമ്പൻ പ്രോജക്റ്റും നേടിയെടുത്തു. റോക്കറ്റ് റീയൂസ് ചെയ്യുന്നതിലൂടെ 80% ചിലവുകളാണ് കുറയുന്നത്. 10 വർഷം മുമ്പ് വരെ ഡ്രൈവർലെസ് വാഹനം എന്ന കൺസെപ്റ്റ് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ലായിരുന്നു. എന്നാൽ അതും ഇലോൺ മസ്കിലൂടെ സാധിച്ചു. ഇന്ന് ടെസ്ലയുടെ കീഴിൽ സബ്സിഡറി കമ്പനികളുടെ ഒരു നിര തന്നെയുണ്ട്. ടെസ്ലയുടെ പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള കാലം ടെസ്ലയുടേതാണ്. ഹൈപ്പർലൂപ്പ് എന്ന ഭാവിയിലെ യാത്രാ സംവിധാനം സാധ്യമാക്കുന്നതിനാണ് ദ ബോറിംഗ് കമ്പനി എന്ന സ്ഥാപനം അദ്ദേഹം തുടങ്ങിയത്. കുറഞ്ഞ വായുമർദ്ദമുള്ള കുഴലുകളാൽ സീൽ ചെയ്യപ്പെട്ട ട്യൂബിലൂടെ ഒരു പോഡ് വഴി ഘർഷണം കൂടാതെ 1200 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ഹൈപ്പർലൂപ്പ്. വേഗം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനാണിത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹൈപ്പർലൂപ്പിൻ്റെ പരീക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയത്. അങ്ങനെ അതും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭ്രാന്തൻ ആശയമാണ് ന്യൂറാലിങ്ക്. മനുഷ്യ ശരീരത്തെയും തലച്ചോറിനെയും ഒക്കെ കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്യുന്ന ടെക്നോളജിയാണിത്. ഇതിലൂടെ മനഃശക്തി കൊണ്ട് ചുറ്റുമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും കമ്പ്യൂട്ടർ ജോലികൾ ചെയ്യിക്കുവാനുമൊക്കെയാണ് സാധിക്കുന്നത്. ഈ സംവിധാനം മെഡിക്കൽ രംഗത്ത് വമ്പൻ സംഭാവനകളാകും സാധ്യമാക്കുക. 2008 സാമ്പത്തികമായി താഴ്ന്നുപോയെങ്കിലും ഇന്ന് അദ്ദേഹം $167 ബില്യൺ ആസ്തിയുമായി ലോക കോടീശ്വരന്മാരിൽ 2-ാം സ്ഥാനത്താണ്. ബി എ ഹാർഡ് വർക്കർ ആൻഡ് മേക്ക് എ റോൾ മോഡൽ, അതാണ് ഇലോൺ മസ്ക് എന്ന അത്ഭുത മനുഷ്യൻ്റെ പോളിസി. അദ്ദേഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, വായനകളാണ് കൂടുതൽ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുക. ബെസ്റ്റായിട്ടുള്ള ആളുകളുമായി കൂടിച്ചേർന്ന് നേട്ടങ്ങൾ കൊയ്യുക. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എവറിത്തിങ്. യങ് ടാലൻസിനെ ചേർത്ത് പിടിക്കുക. അനാവശ്യ ചിലവുകൾ കട്ട് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യുക. പരാജയങ്ങളെ ധീരമായി നേരിടുക. നെവർ എവർ ഗീവ് അപ്പ്. സോ വർക്ക് ഹാർഡ് till your Lamborghini makes sounds. Thank you and please subscribe my channel. Bye.